നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം ഓരോ വഴിക്കൂടെയും ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ആലപ്പുഴയിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ സുധാകരനെ ഇടതടവില്ലാതെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും സുധാകരൻ ഒന്ന് മയപ്പെട്ട് തിരികെ പാർട്ടിയിലേക്ക് എത്തണം. സ്വതന്ത്രനായി മത്സരിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്കോ സുധാകരൻ പോകാതിരിക്കാൻ ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് CPM. എന്നാൽ ഇപ്പോഴും സുധാകരനോടുള്ള MV ഗോവിന്ദന്റെ ചൊറിച്ചിൽ അങ്ങോട്ട് തീരുന്നില്ല. സുധാകരനെ പാർട്ടിയിലേക്ക് തിരികെ എടുക്കേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് MV ഗോവിന്ദൻ. അതുകൊണ്ട് തന്നെ സുധാകരനെ മാക്സിമം കയറി തോണ്ടുക, പുകച്ചു പുറത്തു ചാടിക്കുക എന്നുള്ള ഒരു കളിയാണ് ഈ പറയുന്ന MV ഗോവിന്ദൻ പുറത്തെടുക്കുന്നത്. എന്നാൽ സുധാകര പക്ഷക്കാർ ഇപ്പോൾ MV ഗോവിന്ദനെ വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈബർ ഇടത്തിൽ വലിയ തെറിവിളികളാണ് MV ഗോവിന്ദന് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സുധാകരനെ അങ്ങ് പാടെ ചവിട്ടി പുറത്താക്കാൻ താൻ ആരാണ് എന്നുള്ള ചോദ്യം ആലപ്പുഴയിലെ സുധാകര പക്ഷക്കാർ ഉയർത്തുകയാണ്. അങ്ങ് കുമ്പിടാൻ മാത്രം താനാണോ പാർട്ടി എന്ന് പച്ചക്കിവർ വിളിച്ചു ചോദിക്കുമ്പോൾ MV ഗോവിന്ദന്റെ കരണം പൊട്ടുന്ന അടിയാണ് ആലപ്പുഴയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലെ ചില പ്രമുഖ നേതാക്കളെ അങ്ങ് ചവിട്ടി ഒതുക്കിയാൽ ആലപ്പുഴ മുഴുവനായിട്ടും അങ്ങ് പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും അണ്ടറിൽ എത്തുമെന്നായിരിക്കും കണക്ക് കൂട്ടിയത്. പക്ഷേ ഏൽക്കുന്നില്ല. തോമസ് ഐസക്കിന്റെയും ജി സുധാകരന്റെയും ഒക്കെ കൂട്ടർ ഇപ്പോഴും പാർട്ടിക്ക് നേരെ ചീറി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് MV ഗോവിന്ദന് നേരെ അവർ ചീറി അടുക്കുകയാണ്. MV ഗോവിന്ദനെ തലങ്ങും വിലങ്ങുമാണ് അവർ എടുത്തിട്ട് അടിക്കുന്നത്. സുധാകരനെ അനുനയിപ്പിക്കാൻ CPM ഇപ്പോൾ പല വഴികളാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. CS സുജാതയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G ഹരിശങ്കറും സുധാകരന്റെ വീട്ടിലെത്തിയിരുന്നു. ഇതുമാത്രമല്ല, നാളെ നടക്കാൻ പോകുന്ന പെരുമ്പളം പാലം ഉദ്ഘാടനത്തിന് സുധാകരനെ ക്ഷണിച്ചിട്ടുമുണ്ട്. ഇതിനു മുൻപ് വരെ പല പരിപാടികളിൽ നിന്ന്, അതായത് സുധാകരന്റെ വീടിനടുത്ത് നടന്ന പാർട്ടിയുടെ പരിപാടിയിൽ നിന്ന് പോലും സുധാകരനെ മാറ്റി നിർത്തിയവരാണ് ഇന്നിപ്പോൾ ഒരു പാലത്തിന്റെ ഉദ്ഘാടനം നടക്കാനിരിക്കുമ്പോൾ സുധാകരനെ ചടങ്ങിന് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചിരിക്കുന്നത്. ചടങ്ങിലെ മുഖ്യ അതിഥിയായി നോട്ടീസിൽ പേരും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാലം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമാകുകയാണ്, പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് സുധാകരനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. സുധാകരനുമായി മുഖ്യമന്ത്രി സംസാരിക്കും എന്ന് കരുതുന്ന നേതാക്കളും പ്രവർത്തകരുമുണ്ട്. നിർണായക ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയും സംസ്ഥാന ജില്ലാ സെക്രട്ടറിമാർക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിക്കുകയും ചെയ്ത സുധാകരനെയും അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങളെയും പാർട്ടി നേതൃത്വം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഇനി പ്രധാനം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ സുധാകരന്റെ അടുത്ത നീക്കം എന്താകും എന്നതിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആകാംക്ഷയുണ്ട്. സുധാകരൻ നിലപാട് അറിയിച്ച ശേഷം അഭിപ്രായം വ്യക്തമാക്കാം എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. അതായത് സുധാകരനെ അങ്ങ് എടുക്കാൻ കോൺഗ്രസും കാത്തുനിൽപ്പുണ്ട്. സുധാകരൻ അങ്ങോട്ടേക്ക് പോകുമോ എന്നുള്ളതും ഒരു വലിയ വേവലാതിയായിട്ട് എന്തായാലും ഇപ്പോൾ CPM-ന് നിൽപ്പുണ്ട്. അതിനിടയിലാണ് നിരന്തരം MV ഗോവിന്ദനും MV ഗോവിന്ദന്റെ കൂട്ടരും ജി സുധാകരനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സുധാകരനെതിരെ വിമർശനങ്ങളും വെല്ലുവിളികളും ഒക്കെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങ് തെക്കോട്ടുള്ള പ്രബലരായ നേതാക്കളെ അടിച്ചൊതുക്കണം. അതാണ് MV ഗോവിന്ദന്റെ ഒരേ ഒരു ലക്ഷ്യം. ഇനി പാർട്ടിയുടെ കപ്പിത്താനാകാൻ പോകുന്നത് താനാണ് എന്ന മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ് MV ഗോവിന്ദൻ. അതായത് പിണറായി കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൈകളിലേക്ക് അധികാരത്തിന്റെ വളയം എത്തുമെന്നൊക്കെയാണ് MV ഗോവിന്ദൻ കണക്ക് കൂട്ടുന്നത്. ഈ ഘട്ടത്തിൽ ഇങ്ങ് തെക്കോട്ടുള്ള ചില നേതാക്കൾ ഈ പറയുന്ന MV ഗോവിന്ദൻ ഒരു വിലങ്ങുതടിയാണ്. അതുകൊണ്ട് അവരെ പാടെ മാറ്റി നിർത്തണം. അതിനുവേണ്ടി നാറിയ കളി പലതും പുറത്തെടുക്കുകയാണ് MV ഗോവിന്ദൻ. അക്കൂട്ടത്തിലാണ് ജി സുധാകരനെ ചവിട്ടി പുറത്താക്കാനുള്ള ഒരു കളി നടക്കുന്നത്. എന്നാൽ സുധാകരന്റെ ആൾക്കാർ ഇപ്പോൾ സൈബർ ഇടത്തിൽ MV ഗോവിന്ദനെ വെട്ടി വീഴ്ത്തുകയാണ്. സുധാകരൻ ഇപ്പോഴും മൗനത്തിലാണ്. നേതാക്കളിൽ പലരും വീട്ടിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും കൂടുതലൊന്നും പ്രതികരിക്കാൻ ജി സുധാകരൻ തയ്യാറായിട്ടില്ല. മൗനത്തിൽ തന്നെയാണ് സുധാകരനുള്ളത്. കാര്യങ്ങൾ പരസ്യമായി പറയും എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്ന നിലപാടിലാണ് സുധാകരൻ. അനുനയ നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സുധാകരൻ വഴങ്ങുന്ന സൂചനകളൊന്നും കാണുന്നില്ല. MV ഗോവിന്ദൻ ഫോണിൽ സംസാരിച്ചപ്പോഴും തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയായിരുന്നു സുധാകരൻ പറഞ്ഞത്. സുധാകരനെ പരിഹസിച്ചതല്ലെന്നും മാധ്യമങ്ങളുടെ ചോദ്യം കേട്ട് ചിരിച്ചതാണ് എന്നും ഗോവിന്ദൻ വിശദീകരണം നേരിട്ട് സുധാകരന് നൽകിയിട്ടും ഇതൊന്നും ഉൾക്കൊള്ളാനോ ചെവിക്കൊള്ളാനോ സുധാകരൻ തയ്യാറായിട്ടില്ല. താൻ പോയി പണി നോക്കടോ ഗോവിന്ദ എന്നാണ്
സുധാകരന്റെ നിലപാട്. ഇതിനിടെ ജി സുധാകരൻ ഒരു ചാനലിനോട് ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് പാർട്ടിക്കെതിരായി ജി സുധാകരൻ ഒന്നും ചെയ്യില്ല എന്ന് MA ബേബി പറഞ്ഞല്ലോ എന്ന ചോദ്യത്തിന് പാർട്ടിക്കെതിരായി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, മാത്രമല്ല ഞാൻ വേറൊരു പാർട്ടിയിൽ ചേർന്നിട്ടുമില്ല, പാർട്ടി അംഗത്വത്തിൽ നിന്ന് ഒഴിവാകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ, എന്റെ രാഷ്ട്രീയ ധാരണകളൊന്നും ഇല്ലാതാകുന്നില്ല. മത്സരിക്കുന്ന കാര്യത്തിൽ ജി സുധാകരൻ നിലപാട് പറഞ്ഞാൽ അവരുടെ നിലപാട് പറയാമെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അഭിപ്രായം? ഒന്നും പറയാനില്ല എന്ന് സുധാകരൻ ഇതിനോട് പ്രതികരിച്ചു. എന്റെ കാലിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടെ അദ്ദേഹം ഒരിക്കൽ കാണാൻ വന്നിരുന്നു, അത്രയേ ഉള്ളൂ. പാർട്ടി നേതാക്കൾ ആരെല്ലാം വിളിച്ചു എന്ന ചോദ്യത്തിന് ഗോവിന്ദൻ മാഷും ജില്ലാ സെക്രട്ടറി R നാസറും വിളിച്ചു. പാർട്ടി അംഗത്വം പുതുക്കണമെന്ന് നാസർ ആവശ്യപ്പെട്ടു. ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നെ അപമാനിക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞില്ല എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. എനിക്കിത്ര പ്രാധാന്യമൊന്നും അവർ തരേണ്ട കാര്യമില്ല എന്ന് ഗോവിന്ദനുള്ള മറുപടിയായിട്ട് കൂടി സുധാകരൻ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ VS-ന് ശേഷം ഏറ്റവും മുതിർന്ന നേതാവല്ലേ താങ്കൾ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ മുതിർന്നയാളായിരുന്നോ? ബ്രാഞ്ച് കമ്മിറ്റിയിലെല്ലാം പങ്കെടുത്ത് ശാന്തമായി പ്രവർത്തിക്കുമ്പോൾ ഞാൻ മുതിർന്നയാൾ തന്നെ ആയിരുന്നല്ലേ? അത്രയേ ഉള്ളൂ കാര്യം. അതായത് തന്നെ പാർട്ടി അവഗണിച്ചു എന്ന് തന്നെയാണ്. പല പാർട്ടി പരിപാടികളിൽ നിന്നും തന്നെ മാറ്റി നിർത്തി, അപ്പോൾ ഈ മുതിർന്ന നേതാവാണ് എന്നുള്ള പരിഗണനയൊന്നും എനിക്കാരും തന്നില്ലല്ലോ എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് സുധാകരൻ. MA ബേബി, പിണറായി വിജയൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ വിളിച്ചാൽ പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച തീരുമാനം മാറ്റുമോ? ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതിൽ കൂടുതലൊന്നുമില്ല. പോസ്റ്റ് ഇട്ടതിന് ശേഷം മാറ്റി പറയുന്നത് ശരിയല്ല. എനിക്ക് എന്ത് പ്രാധാന്യമാണുള്ളത് എന്ന് സുധാകരൻ പറയുന്നുണ്ട്. അതായത് സുധാകരന് കൃത്യമായിട്ട് അറിയാം പാർട്ടി വീണ്ടും തന്റെ കാൽക്കലേക്ക് വരുമെന്ന്. കാരണം അമ്പലപ്പുഴയിൽ വലിയൊരു ശതമാനം വോട്ട് സുധാകരന്റെ കയ്യിലുണ്ട്. സുധാകരൻ എങ്ങോട്ട് തിരിഞ്ഞാലും അത് അങ്ങോട്ടേക്ക് ചായും. അതുകൊണ്ട് തന്നെയാണ് CPM നേതാക്കൾ ഇപ്പോൾ താണു വീണ് കിടന്ന് സുധാകരനെ അനുനയിപ്പിക്കാൻ നോക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതികളുടെ പൂർത്തീകരണം ഉദ്ഘാടനം ചെയ്യാനാണ് പിണറായി വരുന്നത്. 700 കോടിയുടെ AC റോഡ്, 100 കോടിയുടെ പെരുമ്പളം പാലം, 70 കോടിയുടെ പടഹാരം പാലം എന്നിവ ഉദ്ഘാടനം ചെയ്യാനാണ് പിണറായി എത്തുന്നതെന്നും സുധാകരൻ പ്രതികരിച്ചു. ഏതെങ്കിലും സാഹചര്യത്തിൽ അംഗത്വം പുതുക്കുമോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് അതിപ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ, നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നായിരുന്നു സുധാകരൻ പറഞ്ഞത്. അതായത് നിരന്തരം മുതിർന്ന പാർട്ടി നേതാക്കളെല്ലാം വിളിച്ച് അംഗത്വം പുതുക്കണം എന്ന് പറഞ്ഞിട്ടും എനിക്കതിലൊന്നും ഇപ്പോൾ ഒന്നും പറയാൻ സൗകര്യമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് സുധാകരൻ സ്വീകരിച്ചിരിക്കുന്നത്. പാർട്ടിക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട തരത്തിലാണ് സുധാകരൻ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സുധാകരന്റെ ഈ മൗനം പാലിക്കലാണ് ഇപ്പോൾ CPM-നെ വല്ലാതെ വലയ്ക്കുന്നത്. എന്ത് തീരുമാനത്തിലേക്ക് സുധാകരൻ എത്തും? പൂർണ്ണമായും പുറത്തേക്ക് പോകാനാണോ, അതോ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനാണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ AKG സെന്ററിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുധാകരനാകട്ടെ അംഗത്വം പുതുക്കുന്നതിൽ ഒരക്ഷരം പ്രതികരിക്കുന്നതും ഇല്ല. ഇനി പ്രതീക്ഷിക്കുന്നത് പിണറായി വിജയൻ നേരിട്ട് വന്ന് സംസാരിച്ചാൽ സുധാകരൻ ഒന്ന് മയപ്പെടുമോ എന്നുള്ളതാണ്. കാരണം ബാക്കി എല്ലാവരും അവരാൽ കഴിയുന്ന രീതിയിലൊക്കെ സുധാകരനെ അനുനയിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെട്ടുവെങ്കിലും സുധാകരൻ അനുനയത്തിന് വഴങ്ങിയിട്ടില്ല. എന്നാൽ CPM-നെ കുഴപ്പത്തിലാക്കുന്ന നീക്കം സുധാകരനിൽ നിന്നുണ്ടാകില്ല എന്നാണ് CPM കരുതുന്നത്. അതേസമയം സുധാകരൻ മനസ്സ് തുറക്കാത്തതിനാൽ കോൺഗ്രസ് ക്യാമ്പ് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. പെട്ടെന്നൊരു പ്രതികരണം വേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കൾ. പാർട്ടി അംഗത്വം പുതുക്കില്ലെന്ന് ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അറിയിച്ചത്. ഇതാണ് സുധാകരൻ ഈ പാർട്ടിയുമായി വലിയ ഉടക്കിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ലോകം മുഴുവൻ അറിയാൻ കാരണമായത്. അംഗത്വ ഫോറം പൂരിപ്പിച്ച് നൽകില്ലെന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ ഫോണിൽ വിളിച്ചപ്പോഴും സുധാകരൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. താൻ അവഗണിക്കപ്പെടുന്നതിന്റെ വേദനയും ജി സുധാകരൻ പങ്കുവച്ചിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലെത്തിയ ശേഷം ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല. പൊതുപരിപാടികളിൽ അവഗണിച്ചു. MV ഗോവിന്ദൻ താൻ പരിഗണന അർഹിക്കുന്നില്ലെന്ന് വരെ പറഞ്ഞു. MV ഗോവിന്ദന്റേത് ശരിയല്ലാത്ത പ്രയോഗമാണ്. പാർട്ടി സെക്രട്ടറി കളിയാക്കി ചിരിച്ചിട്ടും ആരും തിരുത്തിയില്ലെന്നും ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ തുറന്നടിച്ചിരുന്നു. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ആഘോഷിച്ചപ്പോൾ തനിക്ക് ക്ഷണക്കത്ത് പോലും നൽകിയില്ല. ആദർശ ആശയങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുമെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. എന്നാൽ ഇതിനിടെ പാർട്ടിയെ വല്ലാതെ കുഴപ്പിക്കുന്ന പ്രശ്നം സുധാകരൻ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നുള്ളതാണ്. പാർട്ടി നിലപാടുകൾക്ക് വഴങ്ങില്ലെന്ന കർക്കശമായ തീരുമാനത്തിൽ സുധാകരൻ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു വശം ഭയക്കുന്നുണ്ട് CPM.
തന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച അന്തിമ തീരുമാനം അടുത്ത 2 ദിവസത്തിനുള്ളിൽ പരസ്യമായി പ്രഖ്യാപിക്കുമെന്ന് സുധാകരനുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുമുണ്ട്. പാർട്ടി വിരുദ്ധനാകില്ലെന്ന് ആവർത്തിക്കുമ്പോഴും വ്യക്തി എന്ന നിലയിൽ ജനവിധി തേടാനാണ് അദ്ദേഹത്തിന്റെ നീക്കം. സുധാകരൻ മത്സര രംഗത്തിറങ്ങിയാൽ ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും അത് ഇടതുമുന്നണിയുടെ വിജയ സാധ്യതകളെ സാരമായി ബാധിക്കും എന്ന ആശങ്ക CPM നേതൃത്വത്തിനുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണണം എന്താണ് സുധാകരന്റെ തീരുമാനമെന്നുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.